അപ്പോൾ ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന ഒരു സാമ്പത്തിക വടംവലി, ഒരുപാട് പിരിമുറുക്കം നിറഞ്ഞ ചർച്ചകൾ, അതിനെല്ലാം ശേഷം ഇതാ ഒരു ബ്രേക്ക് ത്രൂ. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത അത്രയും വലിയൊരു ട്രേഡ് ഡീലിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കരാർ ശരിക്കും? എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം? പിന്നെ നമുക്കിതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? വാ, നമുക്കിതൊന്ന് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശരി, നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഹൈ സ്റ്റേക്സ് റീസെറ്റ്. ഈ വലിയൊരു മുന്നേറ്റത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ച ആ പിരിമുറുക്കം നിറഞ്ഞ സാമ്പത്തിക സാഹചര്യം എന്തായിരുന്നുവെന്ന് നമുക്ക് ആദ്യം നോക്കാം. 50%. ഒന്നോർത്തു നോക്കൂ, ഇതൊരു ചെറിയ കണക്കല്ല. കഴിഞ്ഞ വർഷം അമേരിക്ക ഇന്ത്യൻ സാധനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ടാക്സാണ് ഈ 50%. സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ പല പ്രധാനപ്പെട്ട ഇൻഡസ്ട്രികളെയും ഇത് ശരിക്കും പിടിച്ചുലച്ചു കളഞ്ഞു. നമ്മുടെ എക്കണോമിക്ക് അതൊരു വലിയ തിരിച്ചടി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാര്യം നോക്കൂ, ആ താരിഫ് നേരെ 18% കുറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗെയിം ചേഞ്ചർ തന്നെയാണ്. കാരണം ഇത് അവരെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ എതിരാളികൾക്കൊപ്പം ഒരേ ലെവലിലെത്തിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി? കഴിഞ്ഞൊരു വർഷത്തെ സംഭവങ്ങൾ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു. 2025 ഓഗസ്റ്റിൽ അമേരിക്ക ടാരിഫ് 50% പിന്നെ ചർച്ചകളൊക്കെ വഴിമുട്ടി. അപ്പോഴാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒരു വലിയ ഡീൽ ഒപ്പുവെക്കുന്നത്. തൊട്ടു പിന്നാലെ ഫെബ്രുവരിയിൽ ഈ പ്രഖ്യാപനവും വന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ കരാറിന്റെ ഉള്ളിലേക്കൊന്നെത്തി നോക്കാം. ഓരോ രാജ്യവും എന്താണ് കൊടുക്കുന്നത്, പകരം എന്താണ് കിട്ടുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൊടുക്കൽ വാങ്ങലുകൾ? ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുമെന്നൊരു വലിയ വാഗ്ദാനമുണ്ട്. അതിന് പകരമായി അമേരിക്കയ്ക്ക് കിട്ടുന്നതോ? ഇന്ത്യയുടെ ഈ വലിയ മാർക്കറ്റിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം. അതുമാത്രമല്ല, ഇൻഡോ പസഫിക് ഏരിയയിൽ ഒരു വിശ്വസ്തനായ പങ്കാളിയെയും. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ വ്യാപാര കരാറായിട്ട് തോന്നാം. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു വലിയ ജിയോപൊളിറ്റിക്കൽ നീക്കമാണ്. ഇന്ത്യയുടെ ഈ റഷ്യൻ ഓയിൽ പിവറ്റ്, അതായത് റഷ്യൻ എണ്ണയിൽ നിന്നുള്ള ഈ മാറ്റം ലോകമെമ്പാടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഇവിടെയാണ്. ട്രംപ് ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അതായത് ഇന്ത്യ $500 ബില്യൺ അമേരിക്കൻ സാധനങ്ങൾ വാങ്ങുമെന്ന്. പക്ഷേ ഒരു മിനിറ്റ്, ഈ കണക്ക് ശരിയാണോ? നമുക്ക് റിയാലിറ്റി എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യ ഒരു വർഷം അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് $50 ബില്യൺ താഴെയാണ്. അപ്പോൾ പിന്നെ ഈ $500 ബില്യൺ എവിടുന്ന് വന്നു? ഇതൊരു വലിയ പെരുപ്പിച്ചു കാണിക്കലല്ലേ? ഈ പ്രഖ്യാപനം വന്നതും നമ്മുടെ മാർക്കറ്റുകൾക്ക് ഒരു ആഘോഷമായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് വലിയ ആത്മവിശ്വാസം കിട്ടി. അതോടെ സ്റ്റോക്ക് മാർക്കറ്റ് ശരിക്കും കുതിച്ചുയർന്നു. ഈ സ്ലൈഡിലെ നമ്പറുകൾ കണ്ടോ? നിഫ്റ്റി 50 ഏകദേശം 3% കൂടി. സെൻസെക്സ് ആണെങ്കിൽ 3.5%. ഒരു വമ്പൻ മുന്നേറ്റം തന്നെ നടത്തി. കഴിഞ്ഞ കുറേ മാസങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു അത് മാർക്കറ്റിന്. അപ്പോൾ ഏതൊക്കെ മേഖലകൾക്കാണ് ശരിക്കും നേട്ടമുണ്ടായത്? നമ്മളിടുന്ന ഡ്രസ്സുകൾ, ഉപയോഗിക്കുന്ന മരുന്നുകൾ, എന്തിന് നമ്മൾ വാങ്ങുന്ന സ്വർണം വരെ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഇതൊരു സന്തോഷവാർത്തയാണ്. ടെക്സ്റ്റൈൽസ്, ഫാർമ, ജ്വല്ലറി, ഈ മേഖലകൾക്കെല്ലാം വലിയൊരു ഉണർവ് കിട്ടി. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും ചില ഗൗരവമുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നുമല്ല. എന്തൊക്കെയാണ് ആ ആശങ്കകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇതൊരു ഉറച്ച കരാറാണോ, അതോ വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമാണോ? ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇനീഷ്യേറ്റീവിലെ അജയ് ശ്രീവാസ്തവയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം സിമ്പിളായിട്ട് പറയുന്നത് ഇതാണ്: കരാറിന്റെ പൂർണ്ണരൂപം കയ്യിൽ കിട്ടുന്നതുവരെ ഇതിനെ ഒരു പൊളിറ്റിക്കൽ സിഗ്നലായി മാത്രം കണ്ടാൽ മതി, അല്ലാതെ ഉറപ്പിച്ച ഒരു ഡീലായിട്ടല്ല. നോക്കൂ, കരാറിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതെങ്ങനെ, എപ്പോൾ നടപ്പാക്കുമെന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. പിന്നെ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കർഷകർക്ക് എന്ത് സംഭവിക്കും? ഇതൊക്കെ ഈ കരാറിന്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ട്രേഡ് ഡീൽ വെറും പൈസയുടെ കാര്യം മാത്രമല്ല, ഇത് ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ചൈനയും തമ്മിലൊരു സാമ്പത്തിക മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ വളരെ വ്യക്തമായൊരു സൂചനയാണ് ഈ കരാർ. ഷിലൻ ഷാ പറയുന്നത് കേട്ടോ? ചൈനയ്ക്കൊരു ബദൽ അന്വേഷിക്കുന്ന വലിയ വലിയ ഗ്ലോബൽ കമ്പനികൾക്ക് മുന്നിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ആകർഷകമായൊരു ഓപ്ഷനായി മാറുകയാണ്. ഇതെന്തുകൊണ്ടാണ് പ്രധാനമെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തൊഴിലവസരങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ കൊള്ളാം, പക്ഷേ ഇതുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തിന് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന്. നമുക്ക് നോക്കാം.
നിങ്ങളൊരു എക്സ്പോർട്ടർ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അമേരിക്കൻ മാർക്കറ്റിൽ കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളെപ്പോലുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് ചിലപ്പോൾ ഭാവിയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് വില കുറഞ്ഞേക്കാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയ അവസരങ്ങൾ വരും, പക്ഷേ കൂടെ കടുത്ത മത്സരവും നേരിടേണ്ടി വരും. ഇന്ത്യ കൂടുതൽ അമേരിക്കൻ ഓയിൽ വാങ്ങുന്നതുകൊണ്ട് നമ്മുടെ എനർജി മാർക്കറ്റിലും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ താരിഫുകൾ കുറഞ്ഞു, പുതിയ കൂട്ടുകെട്ടുകളുണ്ടായി. ഇന്ത്യ ഒരു പുതിയ സാമ്പത്തിക യുഗത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണോ? അതോ ഈ കരാറിന്റെ വിശദാംശങ്ങളിലെ അവ്യക്തതകൾ ഒരു വില്ലനായി മാറുമോ? എന്തായാലും അതിനുള്ള ഉത്തരം കാലം തന്നെ നമുക്ക് കാട്ടിത്തരും. ഈ വിശകലനം കണ്ട എല്ലാവർക്കും നന്ദി.